ഇന്നത്തെ വീഡിയോ കസ്തൂരി മഞ്ഞളിനെ കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. അതിൻ്റെ കൂടെ വേറെ 2-3 മഞ്ഞളുകളെ കുറിച്ച്. കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് അഞ്ജനം എന്നത് ഞാനറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കുന്നുള്ളതാണ് സത്യത്തിൽ കസ്തൂരി മഞ്ഞളിനെ കുറിച്ചുള്ള കഥ. കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്ന മഞ്ഞളിന് മഞ്ഞ നിറമല്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഞാൻ 20 വർഷത്തിൽ കൂടുതലായി. പല ക്ലാസ്സുകളിലും പറഞ്ഞു, പല ആളുകൾക്കും പറഞ്ഞു കൊടുത്തു, അത് വളർത്താനും തുടങ്ങി, എല്ലാം ചെയ്യുന്നത് 20 വർഷമായി. അപ്പോഴാണ് ആളുകൾക്ക് ഒരുവിധമായി മനസ്സിലായി തുടങ്ങിയത് കസ്തൂരി മഞ്ഞളിൻ്റെ നിറം മഞ്ഞയല്ല, ക്രീം കളറാണ്, അതിന് ഗുണവും മണവും എല്ലാം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് ഒരുപാട് കൃഷി ചെയ്ത് കേരളത്തിൽ ഒരുപാട് പേര് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈദ്യന്മാരാണ് ഇത് കസ്തൂരി മഞ്ഞളാണെന്നും പറഞ്ഞ് കൊടുക്കുന്നത്. എല്ലാ കടകളിലും കടകളിൽ ആളുകൾക്ക് കൊടുക്കലൊക്കെ ചെയ്യുന്നത്. അത് പൊടിച്ചു കഴിഞ്ഞാൽ മഞ്ഞ നിറമായിരിക്കും. അപ്പോൾ അവർ ചോദിക്കുന്നത് വെച്ചാൽ മഞ്ഞളായതുകൊണ്ടല്ലേ, മഞ്ഞ നിറമുള്ളത് കൊണ്ടല്ലേ മഞ്ഞളെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സത്യത്തിൽ അങ്ങനെയല്ല. ആ കസ്തൂരി മഞ്ഞളെന്ന് പറയുന്ന മഞ്ഞക്കൂവ അരച്ച് മുഖത്തിട്ട് കഴിഞ്ഞാൽ മുഖം നീറും. പണ്ടത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു 20-25 വർഷം മുമ്പുള്ള സ്ത്രീകൾക്കൊക്കെ മുഖത്തിട്ടിരുന്നത് അവർ ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മഞ്ഞക്കൂവയാണ്. അത് മുഖത്തിടുമ്പോൾ നീറ്റുണ്ടാവുമ്പോൾ അവരാരോടും പറയാത്തതിൻ്റെ കാരണം നീറിയോണ്ട് പ്രശ്നമൊന്നുമില്ല, മുഖം സൗന്ദര്യം ഉണ്ടായാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ആ നീറലെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ അതേ സമയത്ത് എൻ്റെ കസ്തൂരി മഞ്ഞൾ ഞാനിപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് കൊടുക്കുന്നത് മുഖത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിരി വരും, നീറ്റം ഒന്നും വരില്ല. കാരണം അത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. അതിന് പൊടിക്ക് മണമുണ്ട്, കിഴങ്ങിന് വ്യത്യാസമുണ്ട്, എല്ലാം ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഒരു 50% ആളുകൾക്കും എങ്കിലും കസ്തൂരി മഞ്ഞൾ എന്താണെന്നുള്ളത് ഇപ്പോൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് കസ്തൂരി മഞ്ഞൾ. ഈ നിറം ഇതായിരിക്കും, മണം ഉണ്ടാവും. മണത്തിൻ്റെ പൊടിയും മണം ഉള്ളത് അടിയിൽ വേറെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. മഞ്ഞ നിറമല്ല, ഈ ക്രീം കളറാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ മുളച്ചു തുടങ്ങുന്ന സമയമാണ്, ഇപ്പോൾ നടാവുന്ന സമയമാണ് കസ്തൂരി മഞ്ഞൾ ഇത്. അതേ സമയത്ത് നീലക്കൂവ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ നീല നിറമായിരിക്കും. ഇത് നീലക്കൂവയാണ്. ഈ നീലക്കൂവയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടിൻ്റെ ഇലയുടെ നടുക്ക് നീല നിറത്തിലുണ്ടാവും. അപ്പോൾ ഇത് മുഖത്തിടാൻ പറ്റില്ല. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂവപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ നീലക്കൂവ. അപ്പോൾ അത് സാധാരണ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് ഈ കൂവ അരച്ച് വെള്ളത്തിലിട്ടിട്ട് ഓരോ ദിവസവും വെള്ളം മാറ്റി അതിൽ ചപ്പ് ചവറൊക്കെ കളഞ്ഞ് വീണ്ടും ശുദ്ധി ചെയ്ത് 7 ദിവസം 8 ദിവസം കൊണ്ട് അത് കൂവപ്പൊടിയായിട്ട് മാറുകയാണ്. അതിന് ഈ നീലക്കൂവ ഉപയോഗിക്കാം. അത് ഇലയുടെ തടുക്ക് ഒരു അടയാളം ഉണ്ടാവും, അതാണ് നീലക്കൂവ. ഇനി കരിമഞ്ഞൾ എന്ന് പറയുന്ന ഒന്നുണ്ട്, അതാണ് ഈ കാണുന്നത്. അത് കരിയാണ്, കരി നിറായിരിക്കും. അതധികം വണ്ണം ഉണ്ടാവില്ല, ഇതേമാതിരി ഉണ്ടാവുള്ളൂ. ഈ കാണുന്ന മാതിരി ഇരിക്കും കരിമഞ്ഞൾ. മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഇരിക്കും. ഇതാണ് കരിമഞ്ഞൾ. കരിമഞ്ഞളിൻ്റെ പ്രത്യേകത ഇത് എങ്ങനെയാണ് കേരളത്തിൽ ഈ കരിമഞ്ഞൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബംഗാളികൾ എപ്പോൾ കേരളത്തിലേക്ക് വന്നു അന്ന് തുടങ്ങി കരിമഞ്ഞൾ വന്നു. ഈ നോർത്ത് ഇന്ത്യയിലാണ് ഈ കരിമഞ്ഞൾ കൂടുതലും കൃഷി ചെയ്യുന്നത്. അവരവിടെ കൃഷി ചെയ്ത് അത് വിദേശത്തേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ കരിമഞ്ഞൾ കൃഷി ചെയ്യുന്നത് കുറവാണ്, അത് കയറ്റി അയക്കുന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില വൈദ്യന്മാർ മാത്രം കരിമഞ്ഞൾ മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. കരിമഞ്ഞൾ നോർത്ത് ഇന്ത്യയിൽ, നമ്മളിവിടെ കേരളത്തിലുള്ളവർ മഞ്ഞൾ കൃഷി ചെയ്ത് മഞ്ഞൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന മാതിരി അവർ ഈ കരിമഞ്ഞൾ ഭക്ഷണത്തിന് ഉപയോഗിക്കും. അവരുടെ കറികൾക്കൊക്കെ കറുത്ത നിറം ഉണ്ടായിരിക്കും. നമ്മളുള്ള മഞ്ഞളിൻ്റെ മഞ്ഞ നിറമായിരിക്കും കറിക്കുള്ളത്. അപ്പോൾ ഈ കരിമഞ്ഞളിൻ്റെ ഇത് കേരളത്തിൽ തുടക്കത്തിൽ 7000-8000 ഒക്കെ ഉണ്ടായി. ഇപ്പോൾ 2000-3000 ഉറുപ്പികയായിട്ട് കുറഞ്ഞിരിക്കുന്നത്. കൃഷി ചെയ്യുന്നവരൊക്കെ അത് വിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വന്നിരിക്കുകയാണ് ഈ കരിമഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ കസ്തൂരി മഞ്ഞളിനെ കുറിച്ച് പറഞ്ഞു. കരിമഞ്ഞൾ ഈ ഷേപ്പിലായിരിക്കും, വണ്ണം കുറവായിരിക്കും, മുറിച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി ഇരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നീലക്കുവയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി ഇത് കൂടാതെ കണ്ട് മാങ്ങയിഞ്ചി എന്ന് പറയുന്നൊരു ഇതുണ്ട്. അത് ഇന്നും ഇന്നലെ ഉള്ളതല്ല കേരളത്തിൽ. അത് മാങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് അച്ചാറിടാനോ ബാക്കിയുള്ളതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇത് മാങ്ങയിഞ്ചി, ഇത് പച്ചയ്ക്ക് തിന്നുകയും കൂടി ചെയ്യാം. മാങ്ങയിഞ്ചി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇതിൽ പെട്ടെന്ന് മാങ്ങയിഞ്ചിയും കസ്തൂരി മഞ്ഞളും തമ്മിൽ വലിയൊരു വ്യത്യാസം കാണുന്നില്ല. കളറിൽ വ്യത്യാസമില്ല, പക്ഷെ സ്മെല്ലിൽ മാത്രമാണ് ഉള്ളത്. ഇത് പച്ചയ്ക്ക് തിന്നാം. ഇത് മാങ്ങയിഞ്ചിയാണ്. അതേമാതിരി കൂവ, നാട്ടുമ്പുറത്ത് കാണുന്ന കൂവ, അത് തോടുവക്കത്തൊക്കെ കാണുന്ന കൂവപ്പൊടി ഉണ്ടാക്കുന്നത്, ആ കൂവയും ഉണ്ട്. പിന്നെ ഒറിജിനൽ കൂവ അത് പറിച്ചെടുത്തിട്ടേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അത് പറമ്പിലുണ്ട്,
അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജകൂവ എന്ന് പറയുന്നത് പച്ചയ്ക്ക് തിന്നുകയും കൂടെ ചെയ്യാം. അതാണ് ആരോ റൂട്ടായിട്ട് ഒറിജിനലായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇല നീണ്ടുവരും. അപ്പോൾ അത് പിന്നീട് ഒരിക്കലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുകൾ മുളച്ചുകൊണ്ടിരിക്കുന്നത് വിഷു എടുക്കുമ്പോൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ മുളച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് നടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കസ്തൂരി മഞ്ഞൾ അരിഞ്ഞ് ഉണക്കി പൊടിച്ച് പൊടിയായിട്ട് നമ്മൾ കൊല്ലങ്ങളായിട്ട് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർക്ക് വേണ്ടാത്ത ഒരേ ഒരു സാധനം കസ്തൂരി മഞ്ഞളാണ്. സ്ത്രീകൾക്ക് മാത്രമേ കസ്തൂരി മഞ്ഞൾ മുഖത്തിടാൻ വേണ്ടൂ. പുരുഷന്മാർക്ക് മുഖത്തിട്ട് കഴിഞ്ഞാൽ താടി രോമൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ട. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളാണ്. പുരുഷന്മാർക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യമില്ല. അവർ ഉപയോഗ സാധനങ്ങളൊന്നും തന്നെ മുഖത്ത് വാരി തേക്കാറില്ല. അപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി സ്ത്രീകൾക്ക് മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയെടുത്ത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന പാടുകളെല്ലാം നല്ല നശിച്ചു പൊക്കോളും. അതുകൂടാതെ കരിമങ്ങലം എന്ന് പറഞ്ഞിട്ടൊരു രോഗമുണ്ട് സ്ത്രീകളുടെ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ വരുന്നത്. അതിന് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കറുത്ത മുന്തിരി ജ്യൂസ് അടിക്കുന്ന മുന്തിരിയുടെ ജ്യൂസ് വെള്ളം എടുത്തിട്ട് അതും കൂടെ ചേർത്ത് ചാലിച്ച് ഇതിൻ്റെ അടുപ്പിച്ച് ഒരു മാസം ഈ കരിമങ്ങലമുള്ള ഭാഗത്ത് പുരട്ടി കഴിഞ്ഞാൽ ആ കറുപ്പ് പോയി കിട്ടും. അപ്പോൾ അതിനും കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാം. അതുമാതിരി ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് രക്തചന്ദനം പുരട്ടുന്ന മാതിരി പാടുകൾ വന്നു കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ ചാലിച്ച് പനിനീരിലോ പശുവിൻ്റെ പാലിൻ്റെ പാടയിലോ ചാലിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് ആ പാടുകളെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ അത്യാവശ്യം വേണ്ടുന്നത് സാമ്പിളായിട്ടെങ്കിലും നട്ടു വളർത്താൻ ശ്രമിക്കുക. പിന്നെ ഇതെല്ലാം സാധനങ്ങളും ഇവിടെ നമ്മൾ ആളുകൾക്ക് ഓൺലൈനായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്തൂരി മഞ്ഞളിനെ കുറിച്ചാണ് മെയിനായിട്ട് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു പറ്റും. ഇത് ഏപ്രിലാണ് നടാനുള്ള വിത്താണിത്. ഇത് കൂടാതെ കൊണ്ട് ഇത് അരിഞ്ഞ് ഉണക്കി പൊടിച്ച് ഇതൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു മാസത്തിനകത്ത് ഇത് ഒന്നുകിൽ നട്ടിരിക്കണം, അല്ലെങ്കിൽ അരിഞ്ഞ് ഉണക്കി പൊടിച്ച് പൊടിയാക്കണം. ഇത് ഇതിൽ ഉണക്കിയെടുത്തതിന് ശേഷം പൊടിച്ച് ഇതേമാതിരി പൊടിയാക്കും. ഈ പൊടിയാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ നിറമാണ് ഈ കാണുന്നത്. അപ്പോൾ കസ്തൂരി മഞ്ഞളുടെ പൊടിയും കൊടുക്കുന്നുണ്ട്, വിത്തും കൊടുക്കുന്നുണ്ട്, ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വിത്ത് വേണമെങ്കിൽ വിത്ത് കിട്ടും, അല്ലെങ്കിൽ പൊടി കിട്ടും. പൊടി ഏത് കാലത്തും കിട്ടും. വിത്ത് ഈ ഒരു മാസം കൂടി കിട്ടുള്ളൂ, അത് കഴിഞ്ഞാൽ കിട്ടില്ല. കസ്തൂരി മഞ്ഞൾ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയതാണ് ഇത്. ഇനി വരുന്നത് മുഴുവനും ഇതേമാതിരി ഡ്രയറിൽ വെച്ചിട്ട് ഇതേമാതിരി തട്ടായിട്ട് വെച്ച് ഇതിനകത്തിട്ട് ഉണക്കി എടുത്തിട്ടാണ് പൊടിയായിട്ട് കൊടുക്കുന്നത്. ഇന്നത്തെ ഈ കസ്തൂരി മഞ്ഞളിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഓരോ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.